ഇന്ന് ഫ്രണ്ട്സ് എല്ലാരും കൂടി നോമ്പ് തുറക്കാന്ന് വിചാരിച്ചു. എല്ലാരും ഇല്ല, ഞാനും ഫിദയും റസിയും മാത്രമേ ഉള്ളൂ. നമ്മളിതാ ടൗണിൽ പോയിട്ട് റസിനെ കൂട്ടിയിട്ടോ. ഇന്ന് ഫുൾ നമ്മൾ തന്നെ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചോണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ടോക്കാണ് പോയത്. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താ മുഖം പൂത്തുന്നതെന്ന് വിചാരിക്കേണ്ട, ഇവർക്ക് ഭയങ്കര ഇൻട്രോവേർട്ടാണ് വ്ളോഗിൽ. കുറെ പ്ലാനിങ് എന്താ ഉണ്ടാക്കണ്ടേന്ന് ഉണ്ടായിട്ടും നമ്മൾ അവിടുന്ന് എടുത്തോണ്ടിരിക്കുന്ന സാധനം ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത സാധനങ്ങളുടെ എല്ലാം എടുത്തോണ്ടിരിക്കുന്നത്. എല്ലാം മനസ്സിലായില്ല, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? റസ കുറച്ച് ജെൻസി വൈബാണ്. ഞാനും ഫിദയോട് പറഞ്ഞ ചില വാക്കുകളൊക്കെ നോക്കിയിട്ട് ഓൾ എന്തെന്നാ പറയുന്നതെന്ന് വരെ ചിന്തിച്ച് നിൽക്കലുണ്ട്. അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങി. നിസ്കരിക്കുമ്പോൾ മുഖം കാണിച്ചിട്ട് വീഡിയോ എടുത്തതെന്ന് സംശയിച്ചിട്ടാണ് ഇപ്പൊ ഈ കളിയുണ്ട്. അങ്ങനെ നമ്മളുടെ കിച്ചണിലുള്ള യുദ്ധത ഇവിടെ ആരംഭിക്കാണ്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആയിരുന്നു. ഫിദ കട്ട്ലറ്റ്, ഞാൻ പിന്നെ ഒരു മധുരമുള്ള എന്തോരു സാധനം ഞാൻ തന്നെ കണ്ടുപിടിച്ചാൽ ഞാൻ റെസിപ്പി മുന്നത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ റസ് ഉണ്ടാക്കിയത് സമൂസയാണ്. ആൻഡ് ഞാൻ ഉണ്ടാക്കി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മധുഹത്താണ് ഞാൻ മെയിൻ കോഴ്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. റസൊക്കെ കുറച്ച് ഒസ്വാസ് കൂടുതലായതുകൊണ്ട് തന്നെ ചിക്കൻ എല്ലാം കല്യാണത്തിന് കൊണ്ടാകുന്ന വിധത്തിൽ കുളിപ്പിച്ച ചിക്കൻ. ആൻഡ് ദെൻ ഫിദന്റെ ഡ്യൂട്ടി ആയിരുന്നു വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത്. അതും ഉണ്ടാക്കി. പിന്നെ ഇന്ന് മധുഹത്ത് ഉണ്ടാക്കാൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എല്ലാരും കൂടി ഉള്ളതല്ലേ കോളാക്കണമെന്ന്. ബട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇന്നെടുത്ത പണി നല്ല കുറവാണ്, ഇവർ തന്നെയാണ് ഫുൾ പണിയെല്ലാം എടുത്തത്. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരത്തെ ടേബിൾ ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നോമ്പെല്ലാം തുറന്ന് വേഗം കിച്ചണിൽ പോയിട്ട് മധുഹത്ത് എങ്ങനെയായിട്ടുണ്ടെന്ന് തുറന്നു നോക്കി. അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റൊമക്കിന് കുറച്ച് റെസ്റ്റ് എല്ലാം കൊടുത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചേരം കഴിഞ്ഞിട്ടാണ് താഴേക്ക് ഇറങ്ങി അത് കഴിക്കുന്നത്. അസലായിട്ടുണ്ട് മക്കളെ. കണ്ടില്ല നേരിട്ടുള്ള റിവ്യൂസ് ഫുള്ള് ഞാൻ കാണിച്ചു തന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കള്ളല്ല പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ടൗണിക്ക് പോയി. കാരണം എന്താ ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എപ്പോഴാണ് ഒരു അസമയം അല്ലേ, ആവശ്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ഇതാ ഈ കടയ്ക്കാനെ തിരിച്ചു വന്നത്. നെല്ലിക്ക കാന്താരി പറയുമ്പോഴേ ഒരു നമ്മളെ നോക്കി ചിരിച്ചിട്ട് അതൊക്കെ വേണോന്ന് ചോദിച്ചതാ. പക്ഷെ കുടിച്ചപ്പോഴാണ് അതിന്റെ പണി നമ്മൾ മനസ്സിലാക്കിയത്. ഒരു കളിയാക്കിയാൻ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്തത്. ഫസ്റ്റ് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെയും കുടിച്ചപ്പോ എന്റെ ചെവിന്നെല്ലാം പുകയെല്ലാം പോയിക്ക്. ഈ കണ്ണപ്പതാ പുറത്തേക്ക് വരുമെന്നുള്ള കണ്ടീഷനിലായി പോയിക്ക് ഞാൻ. അങ്ങനെ കുറച്ചതാ ഇവരെ കൊണ്ടെല്ലാം കുടിപ്പിച്ച് നല്ല അനുഭവിപ്പിച്ചിട്ടാണ് നമ്മളൊരു കോൾഡ് ബോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് അതും കുടിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ബാക്കി നടക്കുന്നത്. ഓട്ടോ വിളിക്കാണ്ട് നടന്നു പോയതാ ഇങ്ങനെ കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടാൻ വേണ്ടിട്ടായിരുന്നു. ആൻഡ് ദെൻ കുറച്ച് ചില്ലാവാൻ വേണ്ടിട്ട് 3 നിലയുടെ മുകളിലുള്ള ഓടിന്റെ മേലെ കയറി ഇരുന്നിട്ടാണ് ഞങ്ങൾ കുറച്ച് ചില്ലായത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ ബൈ.